കഫ് സിറപ്പുകൾ ഇനി ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല. ലഹരി ഉപയോഗം എത്രത്തോളം തടയാൻ പറ്റുന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. കാരണം ഇത് മാത്രമല്ല, എനിക്ക് ഇതിൽ അടങ്ങിയിട്ടുള്ള കോടി എന്ന് പറയുന്ന രാസപദാർത്ഥം ഏകദേശം കഞ്ചാവിനൊക്കെ തുല്യമായിട്ടുള്ള അളവിലുള്ള ഒരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ഒരു സേഫ് ലഹരിയാണെന്ന് നേരത്തെ അഷിത പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ കഫ് സിറപ്പുകൾ ഇനി ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല. ഇതൊരു ശരിയായ നിയന്ത്രണമാണോ അതോ അതിരുവിട്ട നിയന്ത്രണമാണോ? ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അഷിതയുടെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ? ഇതിൽ എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പ്രശ്നം, ഇതിന് ഡോക്ടറുടെ കുറിപ്പടിയോട് കൂടിയാണ് കഫ് സിറപ്പ് കൊടുക്കുക എന്നുള്ളൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഇതിലുണ്ടാവാൻ പോകുന്നത് സാധാരണ ആളുകൾക്ക്, അതായത് അസുഖം മൂലം കഫ് സിറപ്പ് ഉപയോഗിക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഇതൊരു അധികം ടൈം എടുക്കേണ്ട ഒരു പ്രോസസ്സായി മാറും. കാരണം ഡോക്ടറെ കണ്ട്, മറ്റേത് നേരെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് അവർ ഉപയോഗിക്കുന്ന മരുന്ന് വാങ്ങിക്കുന്നതിന് പകരം ഇത് ഡോക്ടറെ കണ്ട് അവരുടെ കുറിപ്പടിയോട് കൂടി എടുക്കേണ്ട ഒരു സാധനം. പൈസയ്ക്കും ചിലവാണ്, സമയത്തിനും ഇതാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം, കുട്ടികൾ മുതലുള്ളവർ അവരുടെ ഒരു ഈ സേഫ് ലഹരി എന്നൊക്കെ പറയില്ല, അതേപോലെ ഇവർ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും ഇപ്പോൾ ലഹരിയുടെ കൂടുതൽ വ്യാപനം തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് അതായത് ലഹരി ഉപയോഗം എത്രത്തോളം തടയാൻ പറ്റുന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. കാരണം ഇത് മാത്രമല്ല അഡിക്ഷൻ എന്നുള്ളത്. ആൽക്കഹോളിക് ആയിട്ടുള്ള മറ്റ് അഡിക്ഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാതെ മനുഷ്യന് ആവശ്യമുള്ളൊരു സാധനം നിയന്ത്രിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഇതിൽ അടങ്ങിയിട്ടുള്ള കോടി എന്ന് പറയുന്ന രാസപദാർത്ഥം ഏകദേശം കഞ്ചാവിനൊക്കെ തുല്യമായിട്ടുള്ള അളവിലുള്ള ഒരു രാസപദാർത്ഥമാണ്, ലഹരിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിന് ഇങ്ങനൊരു നിയന്ത്രണം വന്നിട്ടുള്ളത്. സത്യത്തിൽ ഒരു കഫ് സിറപ്പിൽ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളിലും ചെറിയ രീതിയിൽ പോലും അഡിക്ഷനുള്ള അതെ അഡിക്ഷനുള്ള ഒരു എലമെന്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ആ രീതിയിൽ മെഡിക്കൽ രീതിയിൽ തന്നെ അത് ലിമിറ്റേഷൻസ് കൊണ്ടുവരാതെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ഒരു സേഫ് ലഹരിയാണെന്ന് നേരത്തെ അഷിത പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ ഒരു ചുമ വന്നു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും അസുഖം വരും, നമുക്കറിയില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല നോർമൽ ആളുകൾ അതത്ര കാര്യമായിട്ട് എടുക്കുക, ഒരു മേജറായിട്ടുള്ള ചികിത്സാ രീതിയിലേക്ക് പോകുന്നില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താരതമ്യേന കുറഞ്ഞ വിലക്കാണ് ഇത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നത്. അപ്പം അത് ഈസി ആക്സസ് ആണ്, പിള്ളേർക്ക് വേണമെങ്കിലും പോയിട്ട് വാങ്ങിക്കാവുന്ന ഒരു സാധനമാണ്. സാധാരണ ജനങ്ങൾ ഒരു കഫ് സിറപ്പ്, ഒരു കേവലം കഫ് സിറപ്പിന് പോലും ആളുകൾ അത്ര കാര്യമായിട്ട് ചുമയൊക്കെ വരുന്ന സമയത്ത് നോർമലി ആളുകൾ ഇതൊക്കെ തന്നെയാണ്, ഇതിലാണ് റിലേ ചെയ്യുന്നത്. കൂടുതൽ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് വലിയ രീതിയിൽ ചികിത്സകളൊന്നും തേടുന്നത് കണ്ടിട്ടില്ല. അപ്പം നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, തലവേദന വന്ന വിക്സ് കഴിക്കും, ചുമ വന്ന കഫ് സിറപ്പ് കുടിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളും പോകുന്നത്. പക്ഷെ ഇത് കഫ് സിറപ്പിന്റെ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ടേ ഡോക്ടർമാരും പൊതുവെ പറയുന്ന സാധനമാണ്, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഡോക്ടറുടെ അടുത്ത് പോയി സ്വയം ചികിത്സ പാടില്ല, കൂടി മെഡിസിൻ വാങ്ങിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു മലയാളികളുടെ പൊതുബോധാണെന്ന് തോന്നുന്നു. ഒരു പനി വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ കുറിപ്പടിയില്ലാണ്ട് നേരെ പോയി ഡോളോയോ പാരസെറ്റമോളോ വാങ്ങി കഴിക്കുന്നത് അത് ഭയങ്കര അപകടമാണ്. അത് കഫ് സിറപ്പിനെന്നല്ല, ഈ പറഞ്ഞ പോലെ ഇപ്പം ഡോളോ വാങ്ങിക്കുന്നതാണെങ്കിൽ എന്തിനാണ്, അത് കിഡ്നിക്കാണെങ്കിലും ലിവറിനാണെങ്കിലും ഒക്കെ ഫെയിലിയറിന് വരെ കാരണമാവുന്ന സംഗതികളാണ്. അപ്പം അങ്ങനെ ഒരു ശീലം പൊതുവെ മലയാളിക്കുണ്ട്. അതും മാറ്റേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കഫ് സിറപ്പ് മാത്രമല്ല, അത്തരത്തിലുള്ളതും ലഹരിക്ക് തുല്യമല്ല എങ്കിൽ പോലും അത് ഭയങ്കര അപകടമാണ്. ആ രീതിയിൽ ആളുകൾ നിരന്തരമായിട്ട് ഇത് കഴിച്ചിട്ട് അതിൽ അഡിക്ഷൻ കണ്ടെത്തുന്ന ആളുകളുണ്ട്. കേവലം ഒരു കഫ് സിറപ്പ് അതിന് ലിമിറ്റേഷൻസ് കൊണ്ടുവന്നുകൊണ്ട് മാത്രം ഈ നാട്ടിലെ ലഹരി ഉപയോഗത്തിന് കുറവ് വരുന്നു അല്ലെങ്കിൽ വ്യാപനത്തിന് കുറവ് വരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു അനാവശ്യമായൊരു നിയന്ത്രണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ എല്ലാറ്റിലും ഈ പറഞ്ഞ പോലെയുള്ള നിയന്ത്രണം, അതായത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡോക്ടറുടെ കുറിപ്പടിയോട് കൂടിയല്ലാതെ യാതൊരുവിധ മരുന്നും കൊടുക്കില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്കും മേ ബി ചിലപ്പോൾ ഈസി ആക്സസ് ആയിരിക്കാം, കുട്ടികൾക്ക് അതുകൊണ്ട് വിലയും കുറവാണ്, അതുകൊണ്ട് എത്രയും വാങ്ങി കഴിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ നിയന്ത്രിക്കാനാണെങ്കിലും അങ്ങനെ ഒഴിവാക്കേണ്ട എന്തോരം മരുന്നുകളുണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. ഇതുപോലെ ഫ്രീ ആക്സസിൽ കിട്ടുന്ന ഒരുപാട് പൈസ കുറവിനാന്ന് പറഞ്ഞിട്ട് മേടിക്കുന്ന മെഡിസിൻസ് ഒരുപാടുണ്ട്. അതിൻ്റെ മുകളിലെല്ലാം നിയന്ത്രണം വരണം. അപ്പം ഇത് ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മെഡിക്കൽ ഷോപ്പിൽ ഇതിങ്ങനെ കുറിപ്പടിയോട് കൂടി കൊടുക്കൂ എന്ന് വരുമ്പോൾ ഇത് ആവശ്യമുള്ള ഉപയോക്താക്കൾ എന്ത് ചെയ്യും, ഇതിന് മറ്റ് സംഗതികൾ എന്തൊക്കെയാന്നുള്ളത് തേടും. അത് ഈ പറഞ്ഞ പോലെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയോ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഇതിനുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും അതുവഴി അത്
വിപണനം ചെയ്യും, അത് വാങ്ങിക്കുകയൊക്കെ ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ അത് ഇതിനേക്കാൾ വലിയ അപകടമാവും. കാരണം ഇതിന്റെ ഗുണനിലവാരം ആരും പരിശോധിക്കില്ല. ഈ പറഞ്ഞ പോലെ പൈസ കുറവിൽ കിട്ടുമ്പോൾ ആളുകൾ ഇത് വാങ്ങിക്കും. അപ്പൊ ഇത് വ്യാജമാണോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ? ഇപ്പൊ മെഡിക്കൽ ഷോപ്പിലാവുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നൊക്കെ എങ്കിലും അവർ നോക്കുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഇതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് ചെക്ക് ചെയ്യാനുള്ള അതിന്റെ ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഊർജിതമാക്കണം. അല്ലാതെ ഇത് കുറിപ്പടിയോടുകൂടി ലഭിക്കില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മറുവശത്ത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ വഴി ഇത് വിതരണം നടക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കാനുള്ള ഗ്രൂപ്പുകളും കൂടെ ആക്റ്റീവ് ആവണം. അല്ലാതെ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് ഇനി ഒരു വരാൻ പോകുന്ന എന്താ വെച്ചാൽ, ഓക്കെ ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് കിട്ടില്ല എന്നുള്ളൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഇത് ആളുകൾ ആൾട്ടർനേറ്റീവായിട്ട് ഇതിന് വേറെ സംഗതികൾ തപ്പിത്തുടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യമാണ്. അതായത് ഇതിൽ എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ളത് ഇനി വിപണന രംഗത്ത് വരും. അതും ഒരു ഫേക്ക് ചികിത്സാ രീതിയിലേക്കും അത് മാറിപ്പോകും. ഇതിനു മുമ്പ് നമ്മൾ അങ്ങനത്തെ ചികിത്സാ തട്ടിപ്പുകളൊക്കെ ഒരുപാട് നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനൊരു വഴി ഒരുക്കുമോ എന്നുള്ളതും സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.